തിരക്കേറിയ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ടില്ലേ, നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കൊട്ടിയൂർ. കൂടെ സപ്പോർട്ടായി എന്നും നമ്മോടൊപ്പമുള്ള സുഹൃത്തുക്കളോടൊപ്പം ഒരു സെൽഫി. ഇളനീർ വെച്ച് കഴിഞ്ഞ ശേഷം അതിരാവിലെ മുതൽ തന്നെ ഇളനീർ കൂമ്പാരം കാണാൻ ഒഴുകിയെത്തിയ ഭക്തജനങ്ങൾക്കിടയിൽ കൂടി ഇളനീർ ചെത്തി വൃത്തിയാക്കുന്ന ചടങ്ങുകൾ തിരുവഞ്ചിറയിൽ ആരംഭിച്ചു കഴിഞ്ഞു. നെയ്യിലും പാലിലും അഭിഷേകം നടത്തിയിട്ടും രക്തം നിലക്കാത്ത ശിലയിൽ ഇളനീർ ചെത്തി അഭിഷേകം നടത്തിയപ്പോൾ രക്തപ്രവാഹം നിലച്ചു എന്നതാണല്ലോ ഐതിഹ്യം. എങ്ങനെയാണ് ആ ഇളനീരാട്ടം നടക്കുന്നത് എന്നതിൻ്റെ ചുരുക്കം ഇതാണ്. അഷ്ടമി ദിവസം രാവിലെ മുതൽ കാര്യത്ത് കൈക്കോളൻ്റെ നേതൃത്വത്തിൽ ഇളനീരുകൾ കൊത്തിച്ചെത്തി ചേരി നീക്കം ചെയ്യുന്നു. ശേഷം രാത്രിയിൽ ഇളനീരാട്ടത്തിന് മുമ്പായി മുത്തപ്പൻ്റെ വരവുണ്ട്. കൊട്ടേരിക്കാവിൽ നിന്നാണ് മുത്തപ്പൻ എഴുന്നള്ളി വരുന്നത്. അകമ്പടിയായി മുത്തപ്പൻ്റെ കൂടെ മറ്റു ചിലരുമുണ്ടാവും. ഘോര അട്ടഹാസം മുഴക്കിയാണ് മുത്തപ്പൻ്റെയും സഹപ്രവർത്തകരുടെയും വരവ്. ഒറ്റപ്പിലാൻ എന്ന കുറിച്യ സ്ഥാനികൻ്റെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. തത്സമയത്ത് ഇവർ കയ്യാലക്ക് പുറത്ത് കാണുന്നതെല്ലാം എടുത്ത് കാട്ടിലേക്ക് മറയുന്നു. ഭഗവാന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന മുത്തപ്പനെ അരിയെറിഞ്ഞ് അനുഗ്രഹിക്കുന്നു. 7 ഇല്ലക്കാർ വാളെടുത്തു കാട്ടുന്നതോടുകൂടി മുത്തപ്പൻ അപ്രത്യക്ഷമാവുന്നു. തികച്ചും കൂനാക്കൂനിരുട്ടിൽ നടക്കുന്ന കശപിശ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു ചടങ്ങാണിത്. മുത്തപ്പൻ്റെ തിരോധാനത്തിന് ശേഷം അർഹതപ്പെട്ട ബ്രാഹ്മണർ മണിത്തറയിൽ ചെന്ന് ഇളനീരെടുത്ത് കൊത്തി വെള്ളം വെള്ളിപ്പാത്രത്തിൽ ശേഖരിച്ച ശേഷം ബ്രഹ്മശ്രീ ഉഷാകാമ്പ്രം നമ്പൂതിരി ആ വെള്ളം സ്വയംഭൂവിൽ അഭിഷേകം നടത്തുന്നു. ഇതാണ് ഇളനീരാട്ടമെന്ന കൊട്ടിയൂരിലെ അതിപ്രാധാന്യമുള്ള ചടങ്ങ്. തുടർന്നും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചടങ്ങുകൾ മുഴുവനായും കാണുക. ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
ഹരി ഗോവിന്ദ